നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കേരളത്തിൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഇന്നെവിടെയും മാസപ്പിറ ദൃശ്യമായില്ല. മാസപ്പിറ നിരീക്ഷിക്കാനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്നെവിടെയും മാസപ്പിറ ദൃശ്യമായില്ല. തുടർന്നാണ് കേരളത്തിൽ വ്രതാരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചത്. ഷാബാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ചയാകും റമദാൻ 1 സാദിഖ് അലി ശിഹാബ് തങ്ങളും പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവിയും അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഷാബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷാബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മാസപ്പിറ കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചില്ലെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയും അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായിട്ട് ഒരു വിവരവുമില്ല, സൂചനയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഷാബാൻ 30 എല്ലാവരെയും അറിയിക്കുന്നു. ബുധനാഴ്ച സൂര്യാസ്തമയത്തോടുകൂടെ റമദാൻ 1 മാറും. ന്യൂസ് ഡെസ്ക് 24. സൗദിയിൽ റമദാൻ മാസപ്പിറ കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ വ്രതാരംഭം. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമദാൻ തുടങ്ങുക. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മാസപ്പിറ ദൃശ്യമായതോടെ നാളെ ബുധനാഴ്ച റമദാൻ 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും നാളെ തന്നെയാണ് വ്രതാരംഭം. ഒമാനിൽ മറ്റന്നാൾ വ്യാഴാഴ്ചയാകും റമദാൻ 1 എന്ന് ഒമാൻ ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ മാസത്തെ വരവേൽക്കാൻ മക്കയിലെയും മദീനയിലെയും പള്ളികൾ ഉൾപ്പെടെ എല്ലാ ആരാധനാലയങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരവീഥികളും കെട്ടിടങ്ങളും ഇതിനോടകം അലങ്കരിച്ചു. ഗൾഫിലെ വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ആകർഷകമായ റമദാൻ ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് ജനപ്രവാഹമാണ്. റമദാൻ പ്രമാണിച്ച് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ജോലി സമയം കുറച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ 6 മണിക്കൂറാണ് പ്രവൃത്തി സമയം. ഇതോടെ വിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്താനാകും. റമദാനിന്റെ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഹ് നമസ്കാരത്തിന് ഇന്ന് രാത്രിയോടെ തുടക്കമാകും. ഇനിയുള്ള 1 മാസം പള്ളികൾ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമാകും. നോമ്പ് തുറയും അത്താഴവും റമദാന്റെ പ്രത്യേകതകളാണ്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മൈതാനങ്ങളിലുമായി നടക്കുന്ന ഇഫ്താർ വിരുന്നുകൾ പ്രവാസികളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയുമെല്ലാം വലിയ സൌഹൃദ സംഗമങ്ങളായി മാറും. മതഭാഷാ ഭേദമന്യേ സാഹോദര്യത്തിന്റെ സന്ദേശം വിളിച്ചോതിയാണ് ഗൾഫ് ലോകം വീണ്ടും ഒരു റമദാനെ വരവേൽക്കുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. പുണ്യമാസമായ റമദാനെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥനകൾക്കും നന്മകൾക്കും ഏറെ പ്രാധാന്യമുള്ള ഈ മാസം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകളാണ്. പള്ളികളും വീടുകളും ഇനി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആരാധനകളാൽ സജീവമാകും. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ ദിനങ്ങളാണ്. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിച്ച് ദൈവചിന്തയിൽ മുഴുകുന്ന മാസമാണ് റമദാൻ. മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനും പാവപ്പെട്ടവരുടെ വിശപ്പറിയാനും നോമ്പ് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമെന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ പള്ളികളിലും വീടുകളിലും ഖുർആൻ പാരായണം ഇക്കാലയളവിൽ വർദ്ധിക്കും. റമദാനിലെ രാത്രികൾ പ്രാർത്ഥനകളാൽ ധന്യമാണ്. സാധാരണ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിൽ നിർവഹിക്കുന്ന തറാവീഹ് നമസ്കാരത്തിനായി പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉറക്കമൊഴിച്ച് പാതിരാത്രിയിൽ നടത്തുന്ന തഹജ്ജുദ് നമസ്കാരത്തിനും വിശ്വാസികൾ ഏറെ പ്രാധാന്യം നൽകുന്നു. പുണ്യങ്ങൾ പൂത്തുലയുന്ന ഈ മാസത്തിൽ നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വിശ്വാസികൾ മത്സരിക്കുന്ന സമയം കൂടിയാണിത്. സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുന്ന സക്കാത്ത് റമദാനിലാണ് ഭൂരിഭാഗം പേരും നൽകുന്നത്. ഇസ്ലാമിലെ പുണ്യകേന്ദ്രങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും വിശ്വാസികളുടെ വലിയ ഒഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഉംറ നിർവഹിക്കാനും പ്രാർത്ഥനകൾക്കുമായി ഹറം പള്ളികളിൽ എത്തുന്നത്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദികളായി മാറുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ വിരുന്നുകളിൽ പങ്കുചേരുന്നു. ചുരുക്കത്തിൽ പ്രാർത്ഥനയും കരുണയും സ്നേഹവും നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ റമദാനെ നെഞ്ചേറ്റുകയാണ് വിശ്വാസലോകം. ജലീൽ കണമകലം, 24, ജിദ്ദ. റമദാൻ ദിനങ്ങൾ ചെലവഴിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് റിയാദിൽ നിന്ന് ജിദ്ദയിലെത്തി. മക്ക ഡെപ്യൂട്ടി ഗവർണറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. റിയാദിൽ നിന്ന് ഗവർണറുടെയും മറ്റ് ഉന്നതരുടെയും
നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. രാജകുമാരന്മാരും വിവിധ വകുപ്പ് തലവന്മാരും രാജാവിനൊപ്പമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യ വിഭാഗം തലവന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം അനുഗമിക്കുന്നുമുണ്ട്. റിയാദ് മെട്രോയുടെ റമദാൻ സമയക്രമത്തിൽ മാറ്റം. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ പുലർച്ചെ 2:30 വരെയാകും സർവീസ്. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 11 തുടങ്ങി പുലർച്ചെ 3 മണി വരെ നീളുന്ന രീതിയിലാണ് ക്രമീകരണം. റമദാൻ മാസത്തിലെ രാത്രികാല തിരക്ക് കണക്കിലെടുത്താണ് സർവീസ് സമയം പുലർച്ചെ വരെ നീട്ടിയത്. മെട്രോ ശൃംഖലയുടെ എല്ലാ റൂട്ടുകളിലും ഈ സമയക്രമം ബാധകമായിരിക്കും. റമദാനിൽ സൗദിയിലെ വിപണികളിൽ സാധനങ്ങളുടെ ലഭ്യതയും വിലനിലവാരവും ഉറപ്പുവരുത്താൻ വ്യാപക പരിശോധന നടത്തി വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ 2 മാസത്തിനിടെ 37,000-ലധികം കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മക്കയിലേക്കും മദീനയിലേക്കുമുള്ള വഴികളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക നിരീക്ഷണമുണ്ട്. പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കാനും ഓഫറുകളിലെ കൃത്രിമത്വം തടയാനും കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി റമദാൻ മാസത്തിലുടനീളം ഈ പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾ ധാരണയിലെത്താതെ പിരിഞ്ഞു. സങ്കീർണ സാഹചര്യമാണെന്നും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമല്ലെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലേക്ക് മിസൈൽ തൊടുത്ത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ പറഞ്ഞു. 3 മണിക്കൂറിനുള്ളിൽ ചർച്ച അവസാനിച്ചു. സാഹചര്യം സങ്കീർണമെന്നും ചുരുങ്ങിയ സമയത്തിൽ ചർച്ച അവസാനിച്ചത് ശുഭസൂചനയല്ലെന്നുമാണ് ഇറാന്റെ പ്രതികരണം. കരാറിൽ ധാരണയാകും വരെ ജനീവയിൽ തുടരാൻ ഒരുക്കമാണെന്ന നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജറാഡ് കഷ്നറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ചർച്ചയിൽ പങ്കെടുത്തു. ഇരുകൂട്ടരും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിക്ക് മുന്നിൽ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു. ചർച്ചകളിൽ പരോക്ഷമായി താനും പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയിൽ ധാരണയാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് ഹോർമുസ് കടലിടുക്കിലേക്ക് ഇറാന്റെ മിസൈൽ പ്രയോഗം. മേഖലയിൽ ഇന്നലെ ഇറാൻ സൈനികാഭ്യാസം നടത്തിയിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങില്ലെന്ന സൂചനകളാണ് ഇറാൻ നൽകുന്നത്. ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ പരസ്യ പ്രസ്താവന നടത്തി. ഇറാൻ നേരിയ തോതിൽ പോലും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് തങ്ങളുടെ അവകാശമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഇസ്രായേലിന്റെ നടപടിയെ അപലപിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ, ജോർദൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. വെസ്റ്റ് ബാങ്കിലെ വലിയൊരു ഭാഗം ഭൂമി സ്റ്റേറ്റ് ലാൻഡായി പ്രഖ്യാപിച്ച ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. സൗദിയിൽ അനധികൃത ടാക്സി സർവീസുകൾക്കെതിരെ വൻ വേട്ട. ഒരാഴ്ചക്കിടെ 1550 പേരെ ഗതാഗത അതോറിറ്റി പിടികൂടി. ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയ 2 വിദേശികളെ നാടുകടത്തി. ഇവർക്ക് 12,000 റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. നിരോധിത രീതിയിൽ യാത്രക്കാരെ വിളിച്ചു വരുത്തുന്നവർക്ക് 11,000 റിയാലും നേരിട്ട് സർവീസ് നടത്തുന്നവർക്ക് 20,000 റിയാലുമാണ് പിഴ. നിയമലംഘനം നടത്തുന്നവരുടെ വാഹനങ്ങൾ 60 ദിവസം വരെ പിടിച്ചെടുക്കും. ഗതാഗത മേഖലയിലെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിശോധനകൾ കർശനമാക്കിയത്. സൗദിയിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ബിസപ്പ് അറേബ്യയുടെ ഹെഡ് ഓഫീസ് ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങി. ബിസിനസ് സെറ്റപ്പ്, PRO സേവനങ്ങൾ ഉൾപ്പെടെ വിദേശികൾക്ക് സൗദിയിൽ സ്ഥാപനം നടത്താൻ ആവശ്യമായ എല്ലാ സർവീസുകളും ഈ ഓഫീസ് വഴി ലഭ്യമാകും. 5 വർഷമായി സൗദിയുടെ വിവിധ നഗരങ്ങളിൽ പ്രവർത്തനം നടത്തിവരികയാണ് ബിസപ്പ് അറേബ്യ. ജിദ്ദ റുവൈസിൽ കിങ് അബ്ദുള്ള റോഡിലെ സാക്സൂഖ് ബിസിനസ് ടവറിന്റെ 2ാം നിലയിലാണ് ബിസപ്പ് അറേബ്യയുടെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സൗദിയുടെ വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് തുറന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അസീരി, CEO മുഹമ്മദ് സുഹൈൽ, മാനേജിംഗ് പാർട്ണർ അസ്ഹർ കാഞ്ഞങ്ങാട്, റീജിയണൽ മാനേജർ ഷാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 വർഷത്തിലധികമായിട്ട് കമ്പനി ഫോർമേഷൻ രംഗത്ത് അതുപോലെ വിദേശികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും, കമ്പനി ഫോർമേഷൻ, അതിനുശേഷമുള്ള PRO, GRO സർവീസുകൾ, അതുപോലുള്ള അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് സർവീസുകൾ, എല്ലാ സേവനങ്ങളും നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നൽകി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സിറ്റികളിലും, ഇനി നമുക്ക് നിലവിൽ ബ്രാഞ്ചുകൾ ഇല്ലാത്ത എല്ലാ സിറ്റികളിലേക്കും വരുന്ന 1 വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്
നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിദേശികൾക്ക് സ്വന്തം ഉടമസ്ഥതയിൽ സൗദിയിൽ കമ്പനി ആരംഭിക്കാനുള്ള സഹായം നൽകുന്നതോടൊപ്പം PRO സേവനങ്ങൾ, അക്കൌണ്ടിംഗ്, ഓഡിറ്റിംഗ് സേവനങ്ങൾ ഉൾപ്പെടെ കോർപ്പറേറ്റ് മേഖലയിലെ വിവിധ സേവനങ്ങൾ ബിസപ്പ് അറേബ്യ നൽകി വരുന്നു. കമ്പനിയുടെ മികച്ച സേവനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് ഉപഭോക്താക്കൾ. പുതിയൊരു ബേക്കറി സംരംഭമായിട്ട് വന്നാണ് മക്കത്താണ് ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മളോട് വന്നപ്പോൾ ബിസപ്പിനാണ് ബന്ധപ്പെട്ടത്. അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിയത്. ഞാൻ ബിസപ്പ് അറേബ്യയിൽ ലൈസൻസ് ശേഷം 3 വർഷത്തോളമായി. അപ്പോൾ ഏത് സമയത്തും അവർ സർവീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് PR വർക്ക് ആയാലും പിന്നെ അതേപോലെ നമ്മുടെ ഓഡിറ്റിംഗ് ആയാലും അതിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അവരാണ്. നമ്മളെല്ലാ ഏത് സമയത്ത് വിളിച്ചാലും അവരനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ അവരുടെ സ്റ്റാഫ് ആയാലും ശരി, വളരെ കൃത്യമായിട്ട് അവർ നമ്മൾ ആൻസർ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി, അതിൻ്റെ സൊല്യൂഷൻ, അതിനുള്ള എന്താണോ വേണ്ടത് ആ രൂപത്തിലുള്ള പെട്ടെന്നുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് പല കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഞങ്ങൾ രണ്ടാളും. പക്ഷേ മാഷാല്ലാ ബിസപ്പുമായിട്ട് സംസാരിച്ചതിന് ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഒന്നും കൂടി നമുക്ക് 100% ഒരു ക്ലിക്കായത്. ഇതുപോലെ സംസാര രീതിയും കാര്യങ്ങൾക്കൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായി സൗദിയിൽ ബിസിനസ് സെറ്റപ്പ്, നടത്തിപ്പ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ബിസപ്പ് അറേബ്യ. ഉപഭോക്താക്കളും വ്യവസായ മേഖലയിലെ പ്രമുഖരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 24 ജിദ്ദ. ഷാർജയിൽ കുടുങ്ങിയ മലയാളി യുവതിക്കും കുട്ടികൾക്കും ആശ്വാസമായി ICF. കേരളത്തിലേക്ക് മടങ്ങാനുള്ള സഹായങ്ങൾ ICF നൽകിയതോടെ നാടണയാം എന്ന പ്രതീക്ഷയിലാണിവർ. ഭർത്താവ് ജയിലായതിനു പിന്നാലെയായിരുന്നു യുവതിയും കുട്ടികളും ഷാർജയിൽ കുടുങ്ങിയത്. ഇനിയൊന്ന് സമാധാനമായി ശ്വാസമെടുക്കാം. കഴിഞ്ഞ 10 മാസമായി ഈ കണ്ണൂർ സ്വദേശിയുടെ ഉള്ളിൽ തീയായിരുന്നു. ഭർത്താവും കുട്ടിയുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് വിധി ഈ പെൺകുട്ടിയെ തകർത്തത്. ജോലി നഷ്ടമായതിനെ തുടർന്ന് ഭർത്താവ് ഒരാളിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്ത് ഡ്രൈവറായി മാറി. എന്നാൽ അയാൾ ഈ കാർ മോഷ്ടിച്ചതായിരുന്നു. കാർ കൈവശം വെച്ചതിന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ നാടുകടത്തി. പ്രഗ്നൻ്റ് ആയ സമയം എനിക്ക് റിസൈൻ ചെയ്യേണ്ട വന്നു. ജോലിയിൽ നിന്ന് ആൾക്കും ജോലിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ ആളുടേതും ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആൾ വേറെ ഒരു റെൻ്റേ കാർ എടുത്തിട്ട് ആൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് പോലെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ റെൻ്റേ കാർ എടുത്തത് ആൾക്കാർ ചെറിയ പൈസക്ക് കിട്ടിയത് കൊണ്ട് ആളിതെടുത്തു. അപ്പോൾ ഇത് കട്ട വണ്ടിയാണെന്ന് ആളറിയില്ലായിരുന്നു. അപ്പം അവസാനം ആളെയായിരുന്നു പിടിച്ചത്. പിന്നീട് ഇവരെ കാത്തിരുന്നത് കറുത്ത ദിനങ്ങൾ. കേരളത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ഭർത്താവ് ജയിലിലായതിനാൽ അതിന് കഴിഞ്ഞില്ല. അതിനിടയിലാണ് താൻ ഗർഭിണിയാണെന്ന് യുവതി തിരിച്ചറിയുന്നത്. ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ച് നിറവയറുമായി പലയിടങ്ങളും കയറിയിറങ്ങി. നിരാശയായിരുന്നു ഫലം. മൂത്ത ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുറേയൊക്കെ സംഘടനകളായിട്ടും കൗൺസിലേറ്റും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. ഇതിനിടയിൽ രണ്ടാമത്തെ കുട്ടി ജനിച്ചു. അപ്പോഴും നാടണയാനുള്ള ഓട്ടം എങ്ങും എത്തിയിരുന്നില്ല. ഒടുവിൽ ഷാർജ ICFന്റെ മുന്നിലെത്തി. സെക്രട്ടറി സുബൈർ പതിമംഗലം, വെൽഫെയർ സെക്രട്ടറി ഇസ്മായിൽ തൂവക്കുന്ന്, അബ്ദുറഹ്മാൻ മണിയൂർ എന്നിവർ യുവതിക്ക് അഭയമൊരുക്കി. ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള എല്ലാ രേഖകളും ഓരോന്നായി കൈകളിലെത്തിച്ചു. ഇതുപോലത്തെ ആളുകൾ എന്തെയും കൃത്യമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തന്നെ ഇതുപോലെ ലീസിന് വണ്ടിയെടുക്കും. വണ്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവർ ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഇവിടുത്തെ പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാലാണ് അറിയുന്നത് ഈ വണ്ടി അവരവിടെ നിന്ന് ഇങ്ങനെ കട്ട് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഈ ഇത്തരം വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗാരേജിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ മോഡിഫൈ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നുണ്ടാവുക. അതൊന്നും ഈ ആൾക്കാർ അറിയുന്ന കസ്റ്റമർ അറിയുന്നില്ല. അപ്പോൾ പിന്നീട് അത് ചേസ് നമ്പറൊക്കെ പരിശോധിക്കുമ്പോഴൊന്നും അറിയാം ഇതൊരു കട്ട വണ്ടിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമനത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഈ എടുത്ത ആൾക്കാർക്കൊന്നും പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് ഒന്നും പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇതുപോലെ വാടകയ്ക്ക് എടുക്കുന്ന തന്നെ നിയമവിരുദ്ധമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു പ്രൂഫ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ല. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എന്താണോ ശിക്ഷ കൊടുക്കുന്ന ആ ശിക്ഷ ഏറ്റുവാങ്ങുമല്ലാതെ മറ്റോ ഇല്ല. അതുകൊണ്ട് പ്രധാനമായിട്ടും ഇത്തരം ആളുകൾ എപ്പോൾ ചെറിയൊരു പൈസയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവണതകൾ നിർബന്ധമായിട്ട് അവസാനിപ്പിക്കണം. ദിവസങ്ങൾക്കുള്ളിൽ തന്റെ പൊന്നോമനകളുമായി വീട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവതി. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തന്റെ രണ്ടാമത്തെ മകനെയും കാത്തിരിക്കുകയാണ് നാട്ടിലുള്ള പിതാവ്. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. തൊഴിലാളി ക്ഷേമം മികച്ച രീതിയിൽ ഉറപ്പാക്കുന്ന കമ്പനികൾക്കുള്ള ദുബായ് സർക്കാരിന്റെ തഖ്ദീർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുരസ്കാരങ്ങൾ നൽകിയത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് സ്പോർട്സ് കൌൺസിലും ചേർന്ന് ദുബായ് 7x7 എന്ന പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇന്ത്യക്കാർ അടക്കമുള്ള തൊഴിലാളികളുടെ ക്ഷേമവും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്ന മികച്ച സ്ഥാപനങ്ങളെയും മാതൃകയായ തൊഴിലാളികളെയും ആദരിക്കുന്നതാണ് ദുബായ് സർക്കാരിന്റെ തഖ്ദീർ പുരസ്കാരങ്ങൾ. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ജേതാക്കൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. സുരക്ഷിതവും മാന്യവുമായി തൊഴിൽ സാഹചര്യം ഒരുക്കുന്ന സ്ഥാപനങ്ങളെ ആദരിക്കുന്ന സർക്കാർ തലത്തിലുള്ള ലോകത്തെ ആദ്യത്തെ പോയിന്റ് അടിസ്ഥാനമാക്കിയ പുരസ്കാരമാണ് തഖ്ദീർ. നിർമ്മാണ മേഖലയെ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പദ്ധതി ഇന്ന് വിവിധ സാമ്പത്തിക മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പുരസ്കാര ജേതാക്കൾക്ക് നിരവധി ആനുകൂല്യങ്ങളോടൊപ്പം 10 ലക്ഷം UAE ദിർഹവും പാരിതോഷികമായി നൽകി. ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾക്ക് 7 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നൽകുന്ന സംവിധാനവും ഈ വർഷം നടപ്പിലാക്കി. അവാർഡിന്റെ മാനദണ്ഡങ്ങളും വിലയിരുത്തൽ രീതികളും കൂടുതൽ ശക്തമാക്കിയതായി മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സുഹൂർ അറിയിച്ചു. ചടങ്ങിനിടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് സ്പോർട്സ് കൌൺസിലും ചേർന്ന് ദുബായ് 7x7 എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. 3 ലേബർ സോണുകളിൽ 7 ദിവസങ്ങളിലായി 7 കായിക ഇനങ്ങൾ സംഘടിപ്പിച്ച് 20,000-ലധികം തൊഴിലാളികളെ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. 24, ദുബായ്. ടോഗോ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ കേരള സാംസ്കാരിക പ്രദർശനം സംഘടിപ്പിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ടോഗോ നാഷണൽ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ തനത് വിഭവങ്ങളുടെ വലിയ ശേഖരം ഒരുക്കി. കേരളത്തിന്റെ തനത് കലകൾ, ഭക്ഷണ വിഭവങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വാണിജ്യ അവസരങ്ങൾ തുടങ്ങിയവ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. JEE മെയിൻ ആദ്യ സെഷൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും വിജയഗാഥ രചിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കേരളത്തിലെ ആദ്യ 5 സ്ഥാനങ്ങൾ പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. ലക്ഷദ്വീപിലെ 1ാം സ്ഥാനവും രാജ്യത്തിന് പുറത്ത് പരീക്ഷ എഴുതിയവരിലെ 1ാം സ്ഥാനവും പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. JEE മെയിൻ 2026 ആദ്യ സെഷൻ ഫലം പുറത്തുവന്നപ്പോൾ കേരളത്തിൽ വീണ്ടും അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. തൃശൂർ നാട്ടികയുടെ അഭിമാനമായി മാറിയ വൈഷ്ണവ് ENK 99.98 എന്ന മികച്ച സ്കോറോടെയാണ് കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കൃതീഷിന്റെയും സന്ധ്യ കൃതീഷിന്റെയും മകനാണ് വൈഷ്ണവ്. ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് വൈഷ്ണവ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്. വൈഷ്ണവിന് പിന്നാലെ ആദ്യ 5-ൽ ഇടം പിടിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. തിരുവനന്തപുരം സ്വദേശി കിഷൻ ശിവദാസ് 2ാം സ്ഥാനവും ആലപ്പുഴ മാവേലിക്കര സ്വദേശി നിരഞ്ജൻ ജയ്പിള്ള 3ാം സ്ഥാനവും നേടി. 4ാം സ്ഥാനത്ത് എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും 5ാം സ്ഥാനത്ത് മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് ജെൻസണും ഇടം പിടിച്ചു. കേരളത്തിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ ഡേവിസ് S. ജോണും ലക്ഷദ്വീപിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ റയൻ സാക്കിയും 1ാം സ്ഥാനം നേടി. വിദ്യാർത്ഥികളുടെ കൃത്യമായ പ്ലാനിംഗും കഠിനാധ്വാനവും മികച്ച പരിശീലനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് ബ്രില്യന്റ് മാനേജ്മെന്റ് പ്രതികരിച്ചു. ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.